നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സ്വന്തം ചോരയല്ലാത്തോണ്ട് സിദ്ധുവിനെ മകനായി കാണാനും അംഗീകരിക്കാനും മഹേട്ടനിപ്പോ പ്രയാസം തോന്നുന്നുണ്ടോ? അന്ന് എനിക്ക് തന്ന വാക്ക് വലിയൊരു അബദ്ധമായി പോയിന്ന് ഇപ്പൊ ചിന്തിക്കുന്നുണ്ടോ? എന്താ മഹേട്ട, എന്താ ആലോചിക്കുന്നേ? ഋഷിയില്ലാത്തോണ്ടേ നമ്മുടെ ബിസിനസ് ആകെ അലങ്കോലപ്പെട്ടിരിക്കുക. അവനില്ലാത്തതിന്റെ കുറവ് ശരിക്കും അറിയുന്നുണ്ട്. എന്തു ചെയ്യാനാവും, വിധി അതായിപ്പോയില്ലേ. വല്ലാത്തൊരു പരീക്ഷണല്ലേ ദൈവം നമുക്ക് നൽകിയേ. സിദ്ധുവിന് സുഖമുണ്ടായിരുന്നെങ്കിൽ ഇപ്പോ ബിസിനസിന്റെ കാര്യങ്ങളൊന്നും നമ്മൾ അറിയേണ്ടിയിരുന്നില്ല. പക്ഷേ അവന്റെ ബുദ്ധിയെയും തളർത്തിക്കളഞ്ഞില്ലേ ഈശ്വരൻ. ഋഷിക്ക് എത്രയും പെട്ടെന്ന് അസുഖം ഭേദമായ മതിയായിരുന്നു. ഗോപികയുടെ ജാതകദോഷം മാറിയിരുന്നെങ്കിൽ അവൻ പെട്ടെന്ന് സുഖപ്പെട്ടേനെ. അഭിയും അഞ്ജിതയുമായുള്ള വിവാഹം നടന്നിരുന്നെങ്കിൽ ഗോപികയുടെ ജാതകദോഷത്തിന് പരിഹാരമാവും. പക്ഷെ സിദ്ധുവിന്റെ വിവാഹം കൂടി അതിനൊപ്പം നടത്തണമെന്ന് അമ്മ വാശി പിടിക്കുന്നതുകൊണ്ടല്ലേ രണ്ടും നടക്കാത്തെ. മഹേട്ടൻ എന്താ പറഞ്ഞു വരുന്നേ? സിദ്ധുവിന്റെ വിവാഹം നടത്തേണ്ടതാണോ? അതെന്താ, സിദ്ധുവിന്റെ വിവാഹം നടന്നു കാണാൻ മഹേട്ടന് താല്പര്യമില്ലേ? എനിക്കത് തോന്നി. അന്ന് അമ്മ സിദ്ധുവിന് വേണ്ടി ദേവികയെ ആലോചിക്കാന്ന് പറഞ്ഞപ്പോ അപ്പൊ മുതൽ മഹേട്ടൻ ഇക്കാര്യത്തിലൊരു ഉൾവലിവുണ്ട്. ജാനകി, അത് ഞാൻ... സിദ്ധാർത്ഥൻ എന്റെ മാത്രം മകനാണല്ലോ. അങ്ങനെ അവൻ എന്റെ മാത്രം മകനായതുകൊണ്ടാണോ അവന്റെ വിവാഹം നടന്നു കാണാൻ മഹേട്ടന് താല്പര്യമില്ലാത്ത? ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് മഹേട്ടൻ എനിക്കൊരു വാക്ക് തന്നിരുന്നു. ആ വാക്കിപ്പം മഹേട്ടൻ മറന്നുപോയോ? മണിക്കൂർ എത്രയായി? ആളെ കാണുന്നില്ലല്ലോ. മഹിയേട്ടാ, രാവിലെ മുതൽ നമ്മളിവിടെ നിൽക്കയല്ലേ, ആളെ ഇതുവരെ വന്നില്ലല്ലോ. വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള സമയം ഇപ്പൊ കഴിയും. എന്ത് ചെയ്യും? വരാന്ന് ഉറപ്പ് പറഞ്ഞ ആൾ എവിടെ പോയി? എനിക്ക് ആകെ ടെൻഷൻ ആകുന്നു. ഇനി പറ്റിച്ചതാണോ? എന്തായി, വരൻ വന്നോ? ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. അയാൾ ഇനി എപ്പോ വരുമെന്ന് വെച്ചാ? വരേണ്ട ആളാണെങ്കിൽ ഇതിനു മുൻപ് എത്തുമായിരുന്നു. ഓഫീസ് അടയ്ക്കാനുള്ള സമയം കഴിഞ്ഞു. നിങ്ങൾക്ക് വേണ്ടിയാ ഞാൻ ഇത്രയും നേരം കാത്തു നിന്നത്. ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ തന്നെ ഓഫീസ് പൂട്ടി ഇറങ്ങാ. ഇത് ചതി തന്നെയാണ്. എന്നെ പറഞ്ഞു പറ്റിച്ചത് തന്നെയാ. ജീവന് തുല്യം അയാളെ വിശ്വസിക്കുന്ന എന്നെ അയാൾ മനഃപൂർവ്വം വഞ്ചിച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യും? എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചാൽ ചോദിക്കുന്നവരോട് ഞാൻ എന്തു പറയും? എന്റെ ജീവിതം നശിച്ചല്ലോ ഈശ്വര. ജാനകി, ജാനകി, ജാനകി കരയരുത്. ഇതൊരു സർക്കാർ ഓഫീസല്ലേ, ആരെങ്കിലും കണ്ടാ മോശ. ഞാൻ നശിച്ചില്ലേ? എന്റെ ജീവിതം നശിച്ചു. എന്നെ ഇനി ആര് നോക്കാനാ? എനിക്കിനി ജീവിക്കണ്ട.
ചത്താ മതി. എനിക്ക് മരിക്കണം. ജാനകി, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ജാനകിയുടെ ജീവിതമൊന്നും നശിച്ചിട്ടില്ല, അതിന് നശിക്കേയില്ല. ഞാനൊരു കാര്യം പറയട്ടെ. ഞാനെന്ത് പറഞ്ഞ ജാനകി തെറ്റായി കാണരുത്. ജാനകിക്ക് സമ്മതമാണെങ്കിൽ ജാനകിയുടെ കഴുത്തിൽ താലി കെട്ടാൻ ഞാൻ തയ്യാറാണ്. ജാനകിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും ഞാൻ നോക്കാം. എൻ്റെ കുഞ്ഞായിട്ട് ഞാൻ വളർത്താം. ഈ സത്യം നീയും ഞാനും അല്ലാതെ മൂന്നാമത് ആരും അറിയില്ല. സത്യം. മഹേട്ടൻ മറുപടിയൊന്നും പറഞ്ഞില്ലല്ലോ. സ്വന്തം ചോരയല്ലാത്തോണ്ട് സിദ്ധുവിനെ മകനായി കാണാനും അംഗീകരിക്കാനും മഹേട്ടനിപ്പോ പ്രയാസം തോന്നുന്നുണ്ടോ? അന്ന് എനിക്ക് തന്ന വാക്ക് വലിയൊരു അബദ്ധമായി പോയിന്ന് ഇപ്പൊ ചിന്തിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ മഹേട്ടൻ ഇപ്പൊ തന്നെ അത് തുറന്നു പറയാം. ജാനകി, നിർത്ത്. നീ എന്ത് മനസ്സിലാക്കിയിട്ടാ ഈ ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുന്നേ? വെറുതെ അനാവശ്യമായ ചോദ്യങ്ങൾ കൊണ്ട് ഇനി നീ എന്നെ വേദനിപ്പിക്കരുത്. ഞാൻ എപ്പോഴാ സിദ്ധുവിനോട് വേർതിരിവ് കാണിച്ചിട്ടുള്ളത്? എനിക്കെങ്ങനെ അവനോട് വേർതിരിവ് കാണിക്കാനാവും? ഞാൻ ഒരിക്കലും അവനോട് വേർതിരിവ് കാണിച്ചിട്ടില്ല. അങ്ങനെ നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതെന്റെ പരാജയമാ. എത്രയും പെട്ടെന്ന് ഋഷിക്ക് ഭേദമാവണം. അതുകൊണ്ട് അഭിയും അഞ്ജിതയും തമ്മിലുള്ള വിവാഹമെങ്കിലും നടന്നാൽ മതിയെന്ന് ഞാൻ ചിന്തിച്ചത്. അതെന്റെ സ്വാർത്ഥതയൊന്നും അല്ല. അങ്ങനെ നീ അതിനെ വ്യാഖ്യാനിക്കരുത്. എനിക്ക് ഋഷിയും സിദ്ധാർത്ഥനും സ്മൃതിയും ഒരുപോലെ തന്നെയാ. ഇന്നുവരെ ഞാൻ അവരെ രണ്ട് കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.